MK സാനുമാഷിൻ്റെ ഭൗതികദേഹം ഇപ്പോൾ കൊച്ചി അമൃത ആശുപത്രിയിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി 9 മണി വരെയാണ് അമൃത ഹോസ്പിറ്റലിലെ പൊതുദർശനം. നാളെ രാവിലെ 8 മണിക്ക് മൃതദേഹം അമൃത ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരും. നാളെ രാവിലെ 9 മണി മുതൽ 10 മണി വരെ വീട്ടിലും തുടർന്ന് എറണാകുളം ടൗൺ ഹാളിലും പൊതുദർശനം ഉണ്ടാകും. കൊച്ചി നഗരം എന്ന് പറഞ്ഞാൽ സാനുമാഷിന് അറിയാത്തതായി ഒന്നുമില്ല. എറണാകുളം മഹാരാജാസ് കോളേജിൽ എത്രയോ കാലം അദ്ദേഹം മലയാളം പ്രൊഫസറായിരുന്നു. നാളെ വൈകുന്നേരം 5 മണിക്കാണ് സംസ്കാരം. കൊച്ചി രവിപുരം ശ്മശാനത്തിൽ അന്ത്യകർമ്മങ്ങൾ നടക്കും. മലയാള സാഹിത്യ ലോകം കണ്ട ഏറ്റവും മികച്ച സാഹിത്യ നിരൂപകരിൽ ഒരാളാണ് വിടവാങ്ങിയത്. ഇപ്പോൾ അമൃത ആശുപത്രിയിൽ പൊതുദർശനം നടക്കുകയാണ്. അവിടെ നിന്ന് നിതിൻ അംബുജനും സൂര്യശ്രീ നമുക്കൊപ്പം ചേരും. ആദ്യം സൂര്യശ്രീയിലേക്ക്. സൂര്യശ്രീ, സർഗ്ഗലോകത്തെ ഒരുപാട് ആളുകൾ പ്രതിഭാവിലാസങ്ങൾ അവിടെ വന്നുപോയി എന്ന് എനിക്കറിയാം. ഒരുപാട് ആളുകൾക്ക് അദ്ദേഹം ഗുരുനാഥനാണ്, അവരേറ്റവും ഇഷ്ടപ്പെടുന്ന അധ്യാപകനാണ്. അപ്പോൾ എന്താണ് അവിടെ നിന്ന് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ? SKN മലയാളിക സാംസ്കാരിക ലോകത്ത് അനന്യമായ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് MK സാനുവെന്ന മലയാളിയുടെ സാനുഭാഷ. ഇന്ന് വൈകുന്നേരം 5:35 ഇദ്ദേഹത്തിന്റെ വിയോഗമുണ്ടായത്. കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ വെച്ചാണ് അന്ത്യം സംഭവിക്കുന്നത്. കഴിഞ്ഞ 25-ാം തീയതി വീട്ടിൽ വീണതിനെ തുടർന്നുണ്ടായ ഒരു പരിക്കിനെ തുടർന്ന് അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തുടർന്ന് സർജറിയൊക്കെ തന്നെ നടത്തിയിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ആരോഗ്യനില കൂടുതൽ വഷളാവുകയായിരുന്നു. തുടർന്ന് ന്യൂമോണിയ ബാധിക്കുകയും കൂടുതൽ ശാരീരിക അവശതകൾ വരികയും തുടർന്ന് ഇന്ന് വൈകുന്നേരം 5:35 അന്ത്യം സ്ഥിരീകരിക്കുകയും ചെയ്യുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പേരാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുവാനായി ഇവിടെ എത്തിയിരിക്കുന്നത്. MLA, MP, അങ്ങനെ സാംസ്കാരിക രാഷ്ട്രീയ ലോകത്തെ നിരവധി ആളുകൾ അദ്ദേഹത്തിന്റെ അന്തിമോപചാരം അർപ്പിക്കുവാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, നിരൂപകൻ, എഴുത്തുകാരൻ, സാംസ്കാരിക പ്രവർത്തകൻ, അങ്ങനെ ബഹുമുഖ പ്രതിഭകളിൽ ഒരാളായിരുന്നു എല്ലാവരുടെ മലയാളികളുടെ പ്രിയപ്പെട്ട സാനുമാഷ്. മലയാള ഭാഷയിലെ മികച്ച ജീവചരിത്ര കൃതികളെല്ലാം പ്രൊഫസർ MK സാനുവിന്റെ നിരീക്ഷണത്തിൽ നിന്നും സംഭാവന ചെയ്യപ്പെട്ടതാണെന്ന് തന്നെ പറയാം. മലയാളികൾക്ക് നഷ്ടമായിരിക്കുന്നത് അത്തരത്തിൽ നിലപാടുകളുടെ ഒരു അമരക്കാരൻ എന്ന് തന്നെ പറയാം. പ്രായത്തിലൊന്നും തന്നെ അദ്ദേഹം അവസ്ഥകളിലൊന്നും തന്നെ തന്റെ നിലപാടുകൾ അദ്ദേഹം ഒരിക്കലും പണയം വെച്ചിരുന്നില്ല. ഇടതുപക്ഷ ചിന്താഗതിക്കൊപ്പം തന്നെ സഞ്ചരിച്ച MK സാനുമാഷിന്റെ ഒരു നിലപാടുകളുടെ കാതൽ ഒരുപക്ഷെ ഗുരുദേവന്റെ ദർശനങ്ങളായിരുന്നുവെന്ന് തന്നെ പറയാം. അദ്ദേഹത്തിന്റെ സഹജീവി സ്നേഹം എപ്പോഴും നമ്മൾക്ക് പാഠമാകുന്നത്, പുതുതലമുറയ്ക്കൊക്കെ തന്നെ ഒരു പാഠമാകുന്ന ഒന്നാണ്. സംസ്ഥാനത്തെ വിവിധ കോളേജുകളിലൊക്കെ തന്നെ അധ്യാപകനായി പ്രവർത്തിച്ച, മഹാരാജാസ് അടക്കമുള്ള പ്രധാന കോളേജുകളിലെല്ലാം അധ്യാപകനായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അടക്കം നിരവധി അവാർഡുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. വാർദ്ധക്യത്തിലും സാഹിത്യ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു സാനുമാഷ് എന്ന് തന്നെ പറയാം. പ്രായവും അവശതയും ശരീരത്തിന് മാത്രമാണെന്നും അത് നിലപാടുകളെയും ഇടപെടലുകളെയും ബാധിക്കില്ലെന്നും അവസാന നാളുകളിലും അദ്ദേഹം തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ നിലപാടുകളുടെ അമരക്കാരൻ, സാഹിത്യത്തിന്റെ അനന്യമായ സംഭാവന നൽകിയ മലയാളികളുടെ പ്രിയപ്പെട്ട MK സാനുമാഷിനെ കാണുവാനായിട്ട് ഇപ്പോൾ കൊച്ചി അമൃത ആശുപത്രിയിലേക്ക് സാംസ്കാരിക രംഗത്തെ നിരവധി ആളുകളാണ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അല്പസമയത്തിനകം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തുമെന്ന വിവരം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം മുന്നോട്ട് വെച്ച പോലെ തന്നെ സഹജീവി സ്നേഹമായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം. അന്യജീവനുതക്കി സ്വജീവിതം ധന്യമാക്കുമോ വിമലെ വിവേകികൾ എന്ന കുമാരനാശാന്റെ നളിനിയിലെ വാക്കുകൾ അദ്ദേഹം 8ാം ക്ലാസ്സിൽ കവിതയിൽ എഴുതിയിട്ടുണ്ട്. അതിനെ അർത്ഥവത്തമാക്കുന്ന രീതിയിലായിരുന്നു ഈ 98ാം വയസ്സ് വരെയും അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് തന്നെ പറയാം. തന്റെ എഴുത്തുകാലം അത്രയും ഗൗരവപൂർണമായ പുസ്തകങ്ങൾ രചിച്ചുകൊണ്ട് പകരം വെക്കാൻ ഭാഷയ്ക്ക് മറ്റൊരു പേരില്ലാത്ത വിധം അടയാളപ്പെടുത്തുകയായിരുന്നു മലയാള ഭാഷയെ MK സാനുമാഷ് എന്ന് പറയാം. അദ്ദേഹത്തിന്റെ മലയാള ഭാഷയോടുള്ള സ്നേഹം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നാളെ രാവിലെ പൊതുദർശനം ഉണ്ടാകും മുനിസിപ്പൽ ടൗൺ ഹാളിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.